സോ ഹലോ ഗായ്സ്, ഈ ടോപ്പിക്കിൻ്റെ മീത് എപ്പോഴും വർത്തമാനം പറയണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ കുറേ പീക്ക് ലെവലിലെത്തി ഈ വർത്തമാനം. ദാറ്റ്സ് വൈ ഞാൻ വിചാരിച്ചു ഞാനും കുറച്ച് മിൽക്കിങ് ചെയ്തേക്കാം കണ്ടന്റ്. സോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് വന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. വിഷയം തൊപ്പി MRZ ഗ്യാങ്. ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളൂ. MRZ ഗ്യാങ്ങിൻ്റെ തൊപ്പി ലീഡർ കുറച്ച് ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലൈവ് കണ്ട ആൾക്കാരുടെ ക്വാണ്ടിറ്റിയാണ് 1,30,000. പറഞ്ഞു വെച്ചാൽ നമ്മളുടെ കേരളത്തിൻ്റെ ഉള്ളിൽ 1.5 ലക്ഷം ആൾക്കാർ ഇത്ര വീക്ക് മെൻറ്റലിറ്റീൻ്റെ ആണ്. നമുക്ക് അവരെ പറ്റിയിട്ട് ആലോചിക്കാൻ തന്നെ വേണ്ട. ബിക്കോസ് ദേ ബിലീവ് ഇൻ മറ്റേ ആൾക്കാരുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, ആ ആൾക്കാരുടെ വീട്ടിൽ എന്താ നടക്കുന്നത്, ഈ ആൾക്കാരുടെ വീട്ടിൽ എന്താ നടക്കുന്നത്. ദാറ്റ് ഈസ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വിചാരിക്കാൻ പറ്റും. അതല്ലാണ്ട് ഈ റാംബോ, ഷമീർ, പിന്നെ മമ്മു, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ജാസി, ഈ ആൾക്കാരുടെയൊക്കെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഇവരൊക്കെ സ്വന്തമായിട്ട് ഇവരുടെ ലൈഫ് സ്പോയിൽ ചെയ്തതാണ്. ഇന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുണ്ട്, നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരാളുണ്ട്, അവനറിയാം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആൻഡ് അത് തെറ്റാന്ന് വെച്ചാൽ അവൻ പോവാന്ന് വെച്ചാൽ അത് അവൻ്റെ തെറ്റാണ്. ബിക്കോസ് അവൻ അറിഞ്ഞുകൊണ്ട് പോയിരിക്കാണ്. ആൻഡ് അറിയാണ്ട് പോയിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷെ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം. ഹീസ് എ ചീറ്റർ, ഹീസ് എന്താ വെച്ചാലും എനിക്കറിയില്ല അത് അവരുടെ ഇടയിലൊക്കെ എന്താ നടക്കുന്നത്. പക്ഷെ ഞാനൊരു മൈൻഡ് സെറ്റ് പറയാണ്. ബേസിക്കലി നിങ്ങളുടെ ഏതെങ്കിലും ഒരാൾ, നിങ്ങളുടെ കൂട്ടുകെട്ടത്തിലോ ഏതെങ്കിലും ഒരാൾ തൊപ്പീൻ്റെ ലൈവ് നോക്കുന്നു, അല്ലെങ്കിൽ തൊപ്പീനോ ഷമീറിൻ്റെ കോൺട്രവേഴ്സീസ് നോക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ 100% പറയാണ് ആ ഗ്രൂപ്പ് വിട്ടോളിൻ. അതർവൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ എവിടെയും എത്താൻ പറ്റില്ല. ഇന്ന് ഞാൻ നോക്കുമ്പോൾ കേരള ന്യൂസ് വരെ ഈ സാധനം കവറേജ് ചെയ്യുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ വയ്ക്കാം ആ സാധനത്തിൻ്റെ. കേരള ന്യൂസ് വരെ ഈ സാധനം കവറേജിലെടുക്കുന്നുണ്ട്. ബട്ട് ദ റിയാലിറ്റി ഷിറ്റ് ഈസ് കേരള ന്യൂസ്കാരുടെ എത്ര കേട് സമയം നടക്കുന്നത്. ഒരു ഡ്രഗ് പെഡ്ലർ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രഗ് കൺസ്യൂമർ എന്ന് പറയാൻ പറ്റും. ഓപ്പൺലി രണ്ടാൾക്കാരും അവരവരുടെയും പറ്റിയിട്ട് പറയണു. ആൻഡ് തൂഫാൻ എന്ന് പറഞ്ഞ ഇത്ര വലിയ ഇതൊക്കെ നടക്കണു. ആൻഡ് നോ വൺ ഈസ് കെയറിങ് അബൌട്ട് ദം. എല്ലാവരും സുഖമായിട്ട് നടക്കണം, എല്ലാവരും സുഖമായിട്ട് ചുറ്റണം. വിത്ത് ദ ഫക്കിംഗ് ഷീറ്റ് ഇസ് ഗോയിങ് ഓൺ. ചെറിയ ചെറിയ കുട്ടികളാണ് അവരെ ഫോളോ ചെയ്യുന്നത്. ചെറിയ ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ ഒരു 15-20 വയസ്സിൻ്റെ ആൾക്കാർ. അവരൊക്കെ എന്താ ഈ സാധനം കണ്ടു വെച്ചാൽ മനസ്സിലാക്കാം. ഷമീറിൻ്റെ ഒരു പ്രൈവറ്റ് വീഡിയോ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തൊപ്പി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുള്ളൂ, ഈ സാധനം കണ്ടിട്ട് ആൾക്കാരുടെ മെൻറ്റലിറ്റി എത്ര കൂടുതലാണ് ഹേർട്ട് ആവുക. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാധനം ചെറുതായിട്ട് ചെയ്യുമ്പോഴും കൂടി തെറ്റാണ്, എന്നെ ദൈവം കോപിക്കും, അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആൾ ഇത്ര വലിയ വലിയ തെറ്റ് ഓപ്പൺലി സോഷ്യൽ മീഡിയൻ്റെ ഉള്ളിൽ കണ്ടുവെച്ചാൽ അവൻ്റെ ഉള്ളത്തെ ഒരു ഡെവിൽ പുറത്തേക്ക് വരും. ദിസ് ഇസ് ദ റിയാലിറ്റി. എന്ന് വെച്ചാൽ അവന് ഒരു സാധനം ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ കുറേ ആർട്ടിക്കൽസ് അവിടെ ഇവിടെ ഇടുന്നുണ്ടാവും, അതൊക്കെ നോക്കിക്കോളിൻ, മനസ്സിലാക്കിക്കോളിൻ. But the real shit is no one wants to become a millionaire or a rich or become a successful man because എല്ലാ ആൾക്കാർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ഷീറ്റ് ആവാണ്ട്. ഇവിടെ 24-25 വയസ്സിൻ്റെ ആൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ആവാണ്ട് 15-14 വയസ്സിൻ്റെ ചെക്കുണ്ട്. 15 വയസ്സുകാരൻ ചെക്കൻ എപ്പോഴും വിചാരിക്കും എനിക്ക് 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് ഉണ്ട്, എനിക്ക് അതുണ്ട്. ബോർഡിൻ്റെ പരീക്ഷ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? നല്ല ജോലി കിട്ടാൻ, നല്ല എൻട്രൻസ് എക്സാം കൊടുത്തിട്ട് നല്ല പഠിത്തം വേണ്ടിയിട്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്സ് മേടിച്ചിട്ട് നിങ്ങൾ 24ാമത്തെ വയസ്സിൽ ഇങ്ങനത്തെ ഫോണടിച്ചിട്ട് നടക്കാൻ വെച്ചാൽ എന്ത് പണ്ടറത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ നമ്പർ മേടിച്ചിട്ട്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ആൻഡ് എല്ലാവരും പറയണു ഇതൊക്കെ ഒരു ക്യാരക്ടറാണ്, ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്, അതാണ് ഇതാണ്. ഹൂ കെയർസ്? ലിറ്ററലി ഹൂ കെയർസ്? എല്ലാ ആൾക്കാരും മിൽക്കിങ് ചെയ്തിട്ട് വ്യൂസ് ഉണ്ടാക്കുകയാണ്. ഇന്ന് ഞാനും കൂടി ഉണ്ടാക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മിൽക്കിങ് ചെയ്തിട്ട് എൻ്റെ കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് വ്യൂസ് ഉണ്ടാക്കണം. ദാറ്റ്സ് വൈ. അതർവൈസ് ഹൂ കെയർസ്? ഇന്ന് എൻ്റെ അടുത്ത വീട്ടിൽ ആരെങ്കിലും ചത്തുന്ന് കേട്ടു എനിക്ക് പോയിട്ട് നോക്കാനുള്ള മനസ്സില്ല. നോ വൺ കെയർസ്. ഓക്കെ, വീണ്ടോ? അതല്ലാണ്ട് നിങ്ങളുടെയൊക്കെ മെൻറ്റാലിറ്റി എന്താണ് എനിക്ക് സത്യതും അറിയില്ല. പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ഒരു 2 ആൾക്കാർ അവരുടെ ഇടയത്തെ കോൺട്രവേഴ്സി ഓൺലൈനിൽ കൊണ്ടുവന്നിരുന്നു. ആൻഡ് നിങ്ങൾ അത് നോക്കിയിട്ട് എൻജോയ് ചെയ്യും. ലിറ്ററലി എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇതിൻ്റെക്കാട്ടിലും വലിയ നാണക്കേട് എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ. നിങ്ങൾ ആരെങ്കിലും നോക്കാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കാൻ. നിങ്ങളിപ്പോൾ പ്രസൻറ്റിൽ കാശ് ഉണ്ടാക്കണ്ടാവില്ല, എനിക്ക് 100% അറിയാം. ഉണ്ടാക്കുന്ന ആൾക്ക് ഇത്ര സമയം കിട്ടില്ല. ഉണ്ടാക്കണ്ടെങ്കിലും ഒരു 5-10-20-30 അത്രയൊക്കെ ഉണ്ടാക്കണ്ടാവുള്ളൂ.
ഇറ്റ്സ് നോർമൽ. ആൻഡ് അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് നിങ്ങൾ തൊപ്പിൻ്റെ ലൈവ് നോക്കുക, ഷമീറിൻ്റെ ലൈവ് നോക്കുകയാണ്. ഷമീർ ഓപ്പൺലി അവൻ്റെ പ്രൈവറ്റ് വീഡിയോ ലീക്ക് ആയപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റിഫിക്കേഷൻ തരാണ്. സോ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് എൻജോയ് ചെയ്യാൻ വെച്ചാൽ റിയലി ഇറ്റ്സ് ക്രൂഷ്യൽ ടൈം ഫോർ യു. ആൻഡ് അതിനെക്കാട്ടിലും ഇതൊന്നും പറയാൻ പറ്റില്ല ആർക്കും. സോ ഞാൻ കൂടുതൽ ഒരു വീഡിയോ ഇനിയും ലെങ്തനിങ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നടക്കട്ടെ എല്ലാവരുടെയും എല്ലാ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സബ്സ്ക്രൈബ് ഫോർ മോർ ക്രേസി കോണ്ടന്റ്.